പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മേടക്കൂറിനെ കുറിച്ചാണ് ഇന്ന് നോക്കേണ്ടത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ വ്യാഴം 4-ാം ഭാവത്തിലേക്ക്, അതായത് ഉച്ചത്തിലേക്ക് വന്നു ചേരുന്നു. 4-ാം ഭാഗം എന്നാൽ ഭൂമി, വാഹനം, വീട്, കുടുംബം, അമ്മ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ്. 9-ാം ഭാവം ഭാഗ്യഭാവമാണ്. 12-ാം ഭാവം എന്നാൽ ചിലവിൻ്റെ ഭാവം. കുടുംബത്ത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ സൂചന. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കാരണമാകും. സന്തോഷവും സമാധാനവും നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വീട് പുതുതായിട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നവർക്കും പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പറ്റിയൊരു കാലമാണ് വന്നു ചേരുന്നത്. വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ ആഗ്രഹമുള്ളവർക്ക് അത് നടക്കുന്നതാണ്. വസ്തു വിൽപ്പനയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം കിട്ടുകയില്ല. പക്ഷേ വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് കുറഞ്ഞ തുകയിൽ മേടിച്ചെടുക്കാനും പറ്റും. പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിയുന്നതാണ്. 4 വീലർ വാഹനം സെക്കൻഡ് ഹാൻഡായിട്ട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ എൻജിൻ പാർട്ട് ഒന്ന് പരിശോധിച്ചിട്ടേ മേടിക്കാവൂ. അതിൽ ചില കബളിപ്പിക്കലുകളൊക്കെ വന്നുകൂടാമെന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം വരുന്ന കാലഘട്ടമാണ്. കുറച്ച് കാലമായിട്ട് വിൽക്കാതെ കിടന്ന ചില വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഭാഗ്യദേവൻ കൂടിയായ വ്യാഴം എല്ലാ ഭാഗ്യാനുഭവങ്ങളും തരുന്ന തരത്തിലാണ് കാണപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയമാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ സംജാതമാകുന്നതാണ്. എന്നാൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വരും. വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം. ചിട്ടയോടെ പഠനം തുടരാനും ഉന്നത വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പോടുകൂടി മേൽക്കൈ വരുത്താനും കഴിയുന്നതാണ്. സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നത് വഴിക്കും വിവാഹം നടന്നു കിട്ടുന്ന വഴിയും
അമ്മയ്ക്കും അച്ഛനൊക്കെ വളരെയധികം മാനസിക സന്തോഷം ലഭിക്കാൻ കഴിയുന്നതാണ്. 12ാം ഭാവാധിപൻ കൂടിയായ വ്യാഴം എല്ലാ കാര്യങ്ങൾക്കും ധനച്ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനാകും. കർമ്മരംഗത്തുള്ള ഉയർച്ചകൾക്ക് വേണ്ടി, സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടി നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഉണർവ് വരുന്ന ഒരു കാലഘട്ടമാണ്. ധനച്ചെലവുകൾ കൂടുതലായിട്ട് വരുമെങ്കിലും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മാർഗനിർദ്ദേശം നമ്മുടെ മുന്നിലേക്ക് തെളിയുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരം ഒരുങ്ങിക്കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാലം ഗുണകരമാണ്. സിനിമാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. ശമ്പള വർധനവ്, സ്ഥലം മാറ്റം ഇവയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നതാണ്. രോഗാരിഷ്ടതകളാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ശമനം കൈവരിക്കുന്നതിന് ചില അവസരങ്ങൾ, പുതിയ ചികിത്സാ പദ്ധതികളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. അകന്നിരുന്ന ബന്ധുക്കൾ അടുത്തു വരാൻ സാധ്യതയുണ്ട്. മാജിക് പോലുള്ള ചില കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിക്കാൻ കഴിയുന്നതാണ്. ഗുരുക്കന്മാരുടെയും പിതൃതുല്യരായിട്ടുള്ള വ്യക്തികളുടെയും അനുഗ്രഹാശിസുകൾ ലഭിക്കുന്നതാണ്. മാതാവിന് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അതിന് ശമനം കൈവരിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. മൃഗസംരക്ഷണം വഴിക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ധനച്ചെലവുകൾ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് കടം മേടിക്കുക, ലോൺ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടതാണ്. 7 ശനിക്കാലം എന്നാൽ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് പതിക്കുന്നതിനാൽ, ഇപ്പോൾ 7 ശനിക്കാലം ഉണ്ടെങ്കിലും കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് പതിക്കുന്നതിനാൽ ഈ ശനിയുടെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതാണ്. ധനച്ചിലവുകൾ, മാനസിക സംഘർഷങ്ങൾ അകറ്റാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. നൂതന വിദ്യയിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ പ്രതീക്ഷകൾ ഉണ്ടായി വരുന്നതാണ്. ദീർഘകാലമായിട്ട് ആരംഭിക്കാതെ മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾ തുടക്കം കുറിക്കുകയും അതിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതുമാണ്. പ്രിയപ്പെട്ട ചിലരെ കണ്ടുമുട്ടാനും സ്നേഹഭാഷണങ്ങൾ നടത്താനുമുള്ള അവസരം ഉണ്ടായി വരും. പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്ന കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ഈ വർഷക്കാലത്തിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക. തുളസിയിലകൾ കൊണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. പത്മവിട്ട് വിഷ്ണു പൂജ ചെയ്യുക. ഏകാദശി ദിവസം ശ്രീകൃഷ്ണന് പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കുക. മഹാസുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിലണിയുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്രത്തിലെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലെ അരയാൽ പ്രദക്ഷിണം വയ്ക്കുക. കുടുംബക്ഷേത്രത്തിൽ വാർഷികമായിട്ടെങ്കിലും ദർശനം നടത്തുക മുതലായവ പ്രയോജനപ്രദമായ കാര്യങ്ങളാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.